തുടങ്ങിയാലോ നമുക്ക്? കൊടുക്ക്, കൈ ചോര വരും. ഓക്കെ, ഇടിവന്താണത്. മറ്റേ സാധനം ഞാൻ ഡയലോഗ് അടിക്കാം. പെട്ട സാധനം നോക്കി പറയണോ? ഓക്കെ, സ്റ്റഡി റെഡി പോ. അല്ല, റെഡി സ്റ്റഡി പോ. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ഫിറ്റ്നസ്, അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ പാർലം പഞ്ചായത്തിലെ കോടന്നൂര് സെന്റ് ആന്റണീസ് ബേഡ്സ് പാർക്കിലായിരുന്നു നമ്മൾ കണ്ട ഫിറ്റ്നസിന്റെ പരിപാടി. അതെ, മിസ്റ്റർ കേരള. അതെ, ഡ്രഗ്സ് ഉപയോഗിച്ച് ആകെ പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ. അപ്പോൾ അതിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കിൻ, എന്നിട്ട് നിങ്ങൾ ആ സമയത്ത് ഫിറ്റ്നസിന് വേണ്ടി മനസ്സ് മാറ്റി വെപ്പിൻ. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ, അല്ലെങ്കിൽ നമ്മൾ കണ്ട. ഇത് ഇന്നത്തെ തലമുറേനെ നമുക്ക് വളരെ ടച്ച് ചെയ്യേണ്ട സംഗതിയാണ്. അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുര എന്നാണല്ലോ പറയാം. ഈ മദ്യം, മദിരാശി അല്ലെങ്കിൽ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ സമയം ഫിറ്റ്നസിന് വേണ്ടി മാറ്റി വെച്ച് അപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്ത് അവിടെ സംസാരിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതുപോലെ കാര്യങ്ങളൊന്നും കടന്നു വരില്ല. അപ്പോൾ എൻഗേജ് ആയിരിക്കുമ്പോൾ ഈ മയക്കുമരുന്നുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് ആരോഗ്യത്തിൻ്റെ രീതിയിലേക്ക് ആൾക്കാർ പോകാനായിട്ട് സാധിക്കും, അല്ലേ? അത് ശരിയാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ആരോഗ്യത്തെ നോക്കാൻ ഒരു മുൻകൈ എടുത്ത ഈ ടീമിന് നമുക്ക് എന്തായാലും ഒരു ചെറിയ ക്ലാപ്പ് ചെയ്യാം. തീർച്ചയായും ആവശ്യമാണത്. കാരണം നമുക്കൊരു മോട്ടിവേഷനാണത്. നമ്മൾ പല ദിവസങ്ങളും ഇങ്ങനത്തെ എക്സസൈസുകളും കാര്യങ്ങളൊന്നും ഇടപെടാതെ നമ്മളുടെ ഹെൽത്തും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊളായിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. നിങ്ങളും ഫിറ്റ് ആയിരിക്കേണ്ടത് ആവശ്യകതയാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു വേദി തന്നെയായിരുന്നു നമ്മളുടെ മിസ്റ്റർ കേരള. പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫിറ്റ്, നോട്ട് മറ്റേ ഫിറ്റ്. വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പ്രോത്സാഹനമായിട്ട് സമ്മാനങ്ങളും എല്ലാം വിതരണം ചെയ്യലും വലിയൊരു ജനത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനും അതും വളരെ രസകരമായിട്ടുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ ലൈറ്റ് ഷോയും എനിക്കുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഇരുന്നപ്പോൾ ഇൻസെക്യൂറായി. ഇത്രയധികം മസിലൊക്കെ ആയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ വലിയ മസിലൊന്നും ഇല്ല, സാധാരണ കുറച്ച് വയറ് ആ ലെവലിലാണ് പോയിരിക്കണ്ടായിരുന്നത്. എല്ലാവരും മസിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരെ വന്നിരിക്കണേ. ആ സ്റ്റേജിന്റെ സൈഡിലേക്ക് പോകുമ്പോഴേ നമ്മൾ ഇങ്ങനെ നോക്കണം. ചിലരൊക്കെ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കണവരൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി പോകണം. അതേ ഒരു കണ്ടീഷൻ ആയിരുന്നു. എന്തായിരുന്നു ജോയിയുടെ അഭിപ്രായം അത് കണ്ടപ്പോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള ആൻസർ. എന്നാൽ ഈ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഫിറ്റ്നസ്, അതായത് ജിമ്മിൽ പോകണതിനെ കുറിച്ച് എന്താണ് ജോയിക്ക് തോന്നുന്നത്? നമ്മളൊരു 18-20 വയസ്സാകുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ആകർഷിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് ജിമ്മ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്നുള്ളത്. പ്ലസ് ടു അതെ, പ്ലസ് ടു കഴിഞ്ഞാൽ 10ാം ക്ലാസ് തൊട്ട് തന്നെ അതിൻ്റെ ഒരു സംഭവം തുടങ്ങും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ 10ൽ പഠിക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു പേണുണ്ട് ജാതി കട്ടടാവൊക്കെ ആയിട്ട്. അപ്പോൾ അവനൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് കാലത്ത് ഓടാൻ പോവുക. ആ ജനറേഷനിലുള്ള കുറേ ആൾക്കാർ അങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. ഒരു 18 വയസ്സിലൊക്കെ ഒരു 5-6 കിലോമീറ്ററോളം നമ്മൾ സൈക്കിൾ ചവിട്ടി പോയിട്ട് ജിമ്മിന് പോകാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെ ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് പോയിരുന്നു. ഇപ്പോൾ ആ ഒരു വീണ്ടും ഒരു പ്രചോദനം നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ആശയങ്ങളെ ഇങ്ങനെ മുന്നിൽ വയ്ക്കുന്ന ഈ ഒരു പ്രവണതയെ നമ്മൾ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതുപോലെ എന്താണ് ജോയിയുടെ അഭിപ്രായം? കത്തിക്കേറെ ജോയി എക്സ്പ്രഷൻ കുറെ മനസ്സിൽ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വന്നല്ലോ ഭഗവതി. പിള്ളേരുടെ കാര്യത്തിലേക്ക് വന്നില്ലേ, അതായത് യൂത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ 18-20 വയസ്സുള്ളപ്പോൾ ചേട്ടൻ എത്ര കിലോമീറ്ററിൽ സൈക്കിൾ ഓടി പോയിട്ട് ശരീരം ഒന്ന് സെറ്റാക്കണം എന്നുള്ള രീതിയിലാണ് പോയിരുന്നത്. ഇപ്പോഴത്തെ ഒരു യൂത്തിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മോട്ടിവേറ്റ് ആവുന്നത് ഡ്രഗ്സ് എവിടെ കിട്ടും. അവരുടെ തേടലുകൾ കൂടുതലും, എല്ലാവരും അല്ല എങ്കിലും വലിയൊരു ഭൂരിപക്ഷം ഇപ്പൊ സുഹൃത്ത് ബന്ധങ്ങളിൽ പെട്ടുപോകുന്നത് അങ്ങനത്തെ പിയർ പ്രഷറൊക്കെയാണ്. മറ്റു കൂട്ടുകാർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ മോശമായി പോവോ, നമ്മൾ കുറഞ്ഞു പോവോ, അല്ലെങ്കിൽ അവർ നമ്മളെ കളിയാക്കോ, അങ്ങനത്തെയൊക്കെ കുറെ അപകർഷതാബോധം പലരുടെ മനസ്സിലുണ്ട്. അത് കാരണം ഇങ്ങനെ അറിയാതെ അതിന് വീണ് പോകുന്ന ആൾക്കാരും കുറെ പേരുണ്ട്. നമ്മുടെ ടൈമിലും ഉണ്ടായിരുന്ന ഒരു സംഗതി, അതായത് ഇപ്പൊ സിഗരറ്റ് വലിക്കാനും മദ്യപിക്കാനും ഇല്ലാത്ത ഒരുത്തൻ പാൽക്കുപ്പിയാണെന്നുള്ളൊരു സാധനം ഇവൻ നമ്മുടെ ജനറേഷനിലും കുറെ പേര് പറഞ്ഞ് നടന്നിരുന്നു. അങ്ങനെ പറയുന്നില്ല. അങ്ങനെ നോക്കിയാൽ ഞാനും ഒരു പാൽക്കുപ്പിയാണ്. ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. ആൾക്കാർ പലതരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസിലേക്ക് പോവുക. അത് മദ്യം മാത്രമല്ല, മദ്യം എന്ന് പറയുന്നത് ലീഗലി അലൗഡാ അല്ലെ. പക്ഷെ അതിലുപരി MDMA അല്ലെങ്കിൽ കഞ്ചാവ് അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നത് അതിമാരകമായിട്ടുള്ളൊരു അല്ലെങ്കിൽ അതിദയനീയമായിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് പിന്നീട് പലരെയും കൊണ്ടെത്തിക്കണത്.
മദ്യം എന്ന് പറയുന്നതും നിങ്ങൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ MDMA പോലത്തെ മാരക സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്രോവലും അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കൂടുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ഞാൻ രാവിലെ ഓടണം, അതുപോലെ തന്നെ ചാടണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ഇരിക്കുന്ന ആളായിരുന്നു. കുറച്ച് മാരത്തോളം നമ്മൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ചില ദിവസങ്ങൾ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ മോട്ടിവേഷൻ പോകും. പക്ഷെ ജിമ്മിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം എന്നില്ല, അതെ, ആൾക്കാരുടെ അടുത്ത് ഉണ്ടായാൽ മതി. അതൊരു പോസിറ്റീവ് ഒരു എനർജിയാണ്, ഒരു സ്റ്റിമുലേഷനാണ്, സോഷ്യൽ സ്റ്റിമുലേഷൻ. അതന്നെ നമ്മളെ ഹാപ്പിയാക്കും. ഇതൊക്കെ മറ്റേ ഇവല്യൂഷനായിട്ട് കണക്കടാ. നമ്മൾ ആദിമ കാലഘട്ടത്തിൽ ജീവിച്ച് വരുന്ന സമയത്ത് കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമുക്കൊരു എനർജിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്നതും അവർ ചെയ്യുന്നത് കാണുന്നതും നമ്മൾ അറിയാതെ തന്നെ മോട്ടിവേറ്റ് ആയി പോകും. പണ്ട് തിയേറ്ററിനെ പറ്റി വിനായകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കള്ളൻ, ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ, എല്ലാവരെയും കൊണ്ടുവന്ന ഒരു ഇരുട്ടുമുറിയിലെടുത്തൊരു പരിപാടിയാണ് തിയേറ്റർ എന്ന് പറഞ്ഞത്. അവിടെ പക്ഷെ സംസാരങ്ങളില്ല, ആ ഇമോഷൻ മാത്രം കണക്ട് ആയി പോകുന്നൊരു സംഗതി. ഇവര് ജിമ്മിനെ സംബന്ധിച്ച് ആ ജിമ്മിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരിക്കും. അതായത് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് അറിവുകൾ കളക്ട് ചെയ്ത് പോകുന്നൊരു ഏരിയ. അതായത് ഇപ്പോൾ ഒരു 15 വയസ്സുള്ള പയ്യൻ തൊട്ട് 60-70 വയസ്സുള്ള വ്യക്തികൾ വരെ ഒരു ജിമ്മിൽ വന്നുകൊണ്ടിരിക്കും. തീർച്ചയായും ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ കാണാം. ജനറേഷൻ ഗ്യാപ്പില്ലാണ്ട് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ആൾക്കാരുടെ കുറെ അറിവുകൾ നമുക്ക് കിട്ടും. അതെ അതെ, മസിൽ പെരുപ്പിക്കുക എന്നതിലുപരി ഒരു സോഷ്യൽ സർക്കിളാണ് അത്. നമുക്ക് ഒറ്റപ്പെടലിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും അങ്ങനെ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഈ ബന്ധങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും മുതൽക്കൂട്ടാവെന്ന് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അതിനൊക്കെ നമ്മളെ വളരെ സഹായിക്കുന്ന ഒരു ക്ലബ്ബ്, ഒരു ഏറ്റവും നല്ലൊരു ഏത് തന്നെയായിരിക്കും ഏത് ജിം എന്ന് പറയുന്നത്. വലിയ സംശയം എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്കൊരു 15-20 വയസ്സുള്ളപ്പോൾ ചെറിയൊരു റഫ് മൂഡാണെങ്കിൽ നമ്മൾ അവിടെ നീങ്ങും. 15 വയസ്സുള്ള പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്ന അടുത്ത് പേടിയാണ്, ചിലപ്പോൾ പൊളിയിട്ട് പോകും.